അസൂയ മനുഷ്യന്റെ കൂടപ്പിറപ്പാണ്. ഒരിക്കലെങ്കിലും ആർക്കെങ്കിലും നിങ്ങളോട് അസൂയ തോന്നിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരോടെങ്കിലും അസൂയ തോന്നിയിട്ടുണ്ടാകും. ഒരാൾക്ക് നിങ്ങളോട് അസൂയയുള്ളപ്പോൾ അവരിൽ പ്രകടമാകുന്ന ചില സ്വഭാവങ്ങളുണ്ട്. അതറിഞ്ഞാൽ അസൂയയുടെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. നമ്പർ 1, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുമ്പോഴും നിങ്ങൾക്കത് സാധിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ നിരന്തരം നിരുത്സാഹപ്പെടുത്തുന്നവർക്ക് തീർച്ചയായും അസൂയയുണ്ട്. നമ്പർ 2, അവർ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ എപ്പോഴും കൊച്ചാക്കും, ഇടിച്ചു താത്തും, കളിയാക്കി സംസാരിച്ചു കൊണ്ടിരിക്കും. അവർക്കും അസൂയുണ്ട് കേട്ടോ. 3, അവർ നിങ്ങളുടെ ചെറിയ പരാജയങ്ങളിൽ ഭയങ്കര സഹതാപം പ്രകടിപ്പിക്കും. പക്ഷെ ഉള്ളിൽ അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നത് അവരെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും. 4, നിങ്ങളുടെ കുറ്റവും കുറവുകളും ചെറുതും വലുതുമായതെല്ലാം മറ്റുള്ളവരോട് പോയി പറയും. അത് നിങ്ങൾ അറിഞ്ഞും നിങ്ങൾ അറിയാതെയും പോയി പറഞ്ഞുകൊണ്ടേയിരിക്കും. 5, അവരെപ്പോഴും അവരുടെ മഹത്വം നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ വലിയ പുള്ളിയാണ്, അവർ തൊട്ടതൊക്കെ വിജയിച്ചു, അവർ മിടുക്കരാണ് എന്നിങ്ങനെ അവരെ പുകഴ്ത്തി നിങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. 6, നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്താലും അതവർ കോപ്പി അടിക്കാൻ നോക്കും. നിങ്ങളൊരു ബിസിനസ് ചെയ്താലും, ഒരു ജോലി ചെയ്താലും, ഒരു വാഹനം വാങ്ങിയാലും, ഒരു വീട് വെച്ചാലും, നല്ലൊരു വസ്ത്രം ഇട്ടാൽ പോലും എത്രയും പെട്ടെന്ന് അതേപോലെ കോപ്പി അടിച്ച് മുന്നേറാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഏഴാമത്തെ ഒന്ന്, അവർ നിങ്ങൾക്ക് മനഃപൂർവ്വം നല്ല ഉപദേശമാണ് തരുന്നതെന്ന് തോന്നിപ്പിക്കും. പക്ഷെ അത് ചീത്ത ഉപദേശമായിരിക്കും. ഒന്നും കൂടെ പറഞ്ഞാൽ കയ്പുള്ള മരുന്നുകൾ പഞ്ചസാരയിൽ പൊതിഞ്ഞിട്ട് തരുന്നത് പോലെ ആയിരിക്കും. നല്ല നിലയിലായിരിക്കും ഉപദേശിക്കുന്നതായി തോന്നുക. പക്ഷെ അതിനകത്ത് നിങ്ങളുടെ തകർച്ചയെ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. 8, നിങ്ങൾ എത്ര മോശമായ വേഷത്തിലാണെങ്കിലും, നിങ്ങളുടെ ശരീരത്തിലെ മേക്കപ്പുകളൊക്കെ മോശമാണെങ്കിലും അവർ നിങ്ങളോട് നിങ്ങൾ മിടുക്കിയായിട്ടുണ്ട്, മിടുക്കനായിട്ടുണ്ട്, നല്ല വസ്ത്രം, നല്ല മേക്കപ്പ്, നല്ല ലിപ്സ്റ്റിക്ക് എന്നൊക്കെ പറയും. അവരുടെ ലക്ഷ്യം നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഒരു കോമാളിയായി മറ്റുള്ളവർ നിങ്ങളെ കാണണം എന്നതാണ്. അതായത് അവർ നിജസ്തുതി പറയില്ല, മുഖസ്തുതി മാത്രമേ പറയുകയുള്ളൂ എന്ന് സാരം. 9, ഒരു കാരണവും ഇല്ലാതെ അവർക്ക് നിങ്ങളോട് വെറുപ്പായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന്. നിങ്ങളവരെ ദ്രോഹിച്ചിട്ടില്ല, ഒരു കാരണവുമില്ല. പക്ഷെ അവർക്കെന്തോ നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടക്കുറവാണ്. 10, നിന്റെ ജീവിതത്തിലെ നല്ല സമയങ്ങളിലൊന്നും അവർ നിങ്ങളുടെ പരിസരത്തുണ്ടാവില്ല. അതായത് നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച് മുന്നേറുമ്പോൾ അവരൊരിക്കലും കൂട്ടുകൂടാനൊന്നും വരില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തകർച്ച കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ വിട്ടുപോകില്ല. ഭയങ്കര സഹതാപത്തോടെ നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കും. സത്യത്തിൽ നിങ്ങളുടെ പരാജയത്തിൽ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ എൻജോയ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവക്കാരൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു ചെറിയൊരു അകലം പാലിച്ചാൽ അസൂയയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഫിലോകാലിയ ഫുഡ് പ്രൊഡക്ട്സിൽ നിന്നും നാവിന് രുചിയൂറുന്നതും അതേപോലെ ശരീരത്തിന്